നമസ്കാരം, വോൾട്ട ഇലക്ട്രിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ഗുരുവായൂരാണ്, തൃശ്ശൂർ. അപ്പോൾ ഇവിടെ നമ്മളൊരു ഹൈബ്രിഡ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയായിരുന്നു. ഇപ്പോൾ നോർമലി നമ്മൾ പല ടൈപ്പ് ഹൈബ്രിഡൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കൂടുതലായിട്ട് ചെയ്യുന്ന രണ്ട് ബ്രാൻഡുകളാണ്. ഒന്ന് ഡൈ അല്ലെങ്കിൽ സോളീസ് എന്ന് പറഞ്ഞ ബ്രാൻഡാണ് നമ്മൾ കൂടുതലായിട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ ചെയ്തേക്കുന്ന ഡൈയുടെ ഒരു ഇൻവേർട്ടറും അതേപോലെ തന്നെ ഒരു 5 കിലോവാട്ടിൻ്റെ ഹൈബ്രിഡ് ഇൻവേർട്ടറും അതേപോലെ ഓഗോ എനർജി എന്ന് പറഞ്ഞിട്ട് ഒരു 15 കിലോവാട്ടിൻ്റെ ബാറ്ററി പാക്കുമാണ് നമ്മളിവിടെ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത് ഓരോ ബാറ്ററികൾ ഈ കാണുന്നതെല്ലാം ശരിക്കും പറഞ്ഞാൽ റാക്ക് മൗണ്ടഡ് ആയിട്ടുള്ള ബാറ്ററിയാണ്. ഇതിനകത്ത് 3 എണ്ണമാണ് വരുന്നത്. ഇത് 51 വോൾട്ട് 100 AHൻ്റെ 3 ബാറ്ററികളാണ്. ഏകദേശം 15 കിലോവാട്ട് ബാറ്ററി ബാക്കപ്പാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മളിവിടെ എന്തുകൊണ്ട് ഈ ഒരു ബാറ്ററി കൊടുക്കാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെഡ് ആസിഡിൻ്റെ ഒന്നാമത്തെ പ്രശ്നം സ്കൂളുകളിലാണ് നമ്മൾ ചെയ്യണതെന്ന് പറഞ്ഞത്. അപ്പോൾ ഈ സ്കൂളുകളിൽ വെള്ളം ഒഴിക്കില്ല, അങ്ങനെ മെയിൻ്റനൻസ് ഭയങ്കര ബുദ്ധിമുട്ടായതാണ് നമ്മൾ ലിഥിയം ബാറ്ററിയിലേക്ക് നമ്മളിവിടെ പോയത്. അപ്പോൾ നമുക്ക് മാർക്കറ്റിൽ ഡൈയുടെ തന്നെ ബാറ്ററി ഉണ്ടായിരുന്നു, പക്ഷെ നമുക്ക് കുറച്ചുകൂടി അഫോർഡബിൾ ആയിട്ടും നമുക്ക് കുറച്ചുകൂടി നല്ലൊരു പ്രൊഡക്റ്റ് മാനുഫാക്ചർ ആയിരുന്നു നമുക്ക് ഓഗോ എന്ന് പറയുന്നത്. ഓഗോയുടെ ബാറ്ററിയാണ് നമ്മളിവിടെ ചൂസ് ചെയ്തത്. ഇപ്പോൾ ഇൻവേർട്ടറിലേക്ക് വന്നു കഴിയുവാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഇൻവേർട്ടറിൽ എല്ലാ ഡേറ്റാസും നമുക്കിവിടെ അവൈലബിൾ ആണ്. ഇത് ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഡൈ പോലെയുള്ള ഇൻവേർട്ടറുകളിൽ ലിഥിയം ബാറ്ററി വയ്ക്കുമ്പോൾ കമ്മ്യൂണിക്കേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ബാറ്ററിയിൽ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ലൈവ് BMS എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോവുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ എങ്ങനെയാണ് ബാറ്ററി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഈ കാണുന്നതാണ് ബാറ്ററി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ പല മാനുഫാക്ചേഴ്സും പറയാറുണ്ട് കമ്മ്യൂണിക്കേഷൻ വേണ്ട, ഡയറക്റ്റ്ലി ബാറ്ററി 2 പോസിറ്റീവ് നെഗറ്റീവ് എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ പോലും ബാറ്ററി വർക്ക് ആവും എന്ന് പറയുന്നത്. പക്ഷേ ലോജിക്കലി ചിന്തിക്കുന്ന സമയത്ത് ഇതിൻ്റെ മാക്സിമം എഫിഷ്യൻസിയിൽ ഇത് വർക്ക് ചെയ്യണമെങ്കിൽ ഈ കാണുന്ന ക്യാറ്റ് കേബിൾ, അതായത് ഒരു ക്യാൻ കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ ഇൻവേർട്ടറും ബാറ്ററിയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മാത്രമാണ് ഇത് ഏറ്റവും നന്നായിട്ട് വർക്ക് ആവുള്ളൂ. ഇപ്പോൾ ഇവിടെ ഏകദേശം ഇപ്പോൾ കറൻ്റ്ലി 5 കിലോവാട്ടാണ്, 500 വാട്ടിൻ്റെ 10 പാനലാണ് വെച്ചിരിക്കുന്നത്. ഏകദേശം നമുക്കിപ്പോൾ വരുന്നതെന്ന് പറഞ്ഞാൽ 4.1 4.2 ഏകദേശം 2 കിലോവാട്ട് ലൈവ് ലോഡ് ഉണ്ട്. ഇതിൻ്റെ ACDB അതേപോലെ DCDB ആണ്. നമ്മളിപ്പോൾ ഇവിടെ എങ്ങനെ ചെയ്തേക്കണമെന്ന് പറഞ്ഞാൽ ഒരു പ്യുവർ ഓഫ് ഗ്രിഡ് പോലെയാണ്. ഇതിപ്പോൾ ഹൈബ്രിഡ് ആയിട്ട് വർക്ക് ചെയ്യുന്നില്ല, കൂടുതലായിട്ട് ഓഫ് ഗ്രിഡ് ആണ്. സ്കൂളിന് പകൽ സമയത്ത് യൂസ് ചെയ്യാനും ബാറ്ററി ചാർജ് ചെയ്യാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ കൊടുത്തത്. ഏകദേശം 2 കിലോവാട്ട് വെച്ചിട്ട് ഒരു ദിവസത്തേക്ക് ഒരു മണിക്കൂറിൽ യൂസേജ് വെച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് ഏകദേശം ഈ 15 കിലോവാട്ട് എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഭയങ്കരമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. നമ്മൾ നേരെ ഈ ഇൻവേർട്ടറിൽ നിന്ന് വരുന്ന ഔട്ട് എടുത്ത് നേരെ TVയിലേക്ക് കയറ്റി കൊടുത്ത് കംപ്ലീറ്റ്ലി ഒരു ഓഫ് ഗ്രിഡ് ആയിട്ടാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് വേറൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിനെ മോണിറ്റർ ചെയ്യാൻ പറ്റും. ഡൈ ക്ലൗഡ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ വെച്ചിട്ട് നമുക്ക് ഈ ഹൈബ്രിഡിനെ മോണിറ്റർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ എന്തുകൊണ്ട് നമ്മളിവിടെ ഹൈബ്രിഡ് കൊടുത്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം ഇതിൻ്റെ വെക്കാനുള്ള വാൾ മൗണ്ടാണ് കുറച്ചുകൂടെ ഈസിയാണ്. നമ്മളിപ്പോൾ വേറൊരു ഇൻവേർട്ടറുകളിലേക്ക് പോയി കഴിഞ്ഞാൽ വലിയൊരു സ്പേസ് കൺസ്യൂം ചെയ്യും. അതേപോലെ മോണിറ്ററിങ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ കംപ്ലൈൻറ്റും കൂടുതലാണ്. പിന്നെ ഓഫ് ഗ്രിഡ് ഇൻവേർട്ടറിനെ സംബന്ധിച്ചിടത്തോളം ഈ ഹൈബ്രിഡ് ഇൻവേർട്ടർ വെക്കുകയാണെങ്കിൽ ഇത് കുറച്ചുകൂടി ഹൈ ആംപിയർ, ഇപ്പോൾ 5 കിലോവാട്ടിൻ്റെ ഇൻവേർട്ടർ എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് ഇൻസ്റ്റൻറ്റേനിയസ് ലോഡായിട്ട് ഏകദേശം 8 കിലോവാട്ട് വരെ നമുക്ക് പെട്ടെന്ന് ഒരു 5-10 സെക്കൻഡിലേക്ക് നമുക്ക് ലോഡ് ചെയ്യാം. അപ്പോൾ മോട്ടർ അങ്ങനെയുള്ള ലോഡുകൾ നമുക്കിവിടെ കൊടുക്കാൻ പറ്റും. ആ ഒരു കാരണം കൊണ്ടാണ് നമ്മളൊരു ഹൈബ്രിഡ് ഇൻവേർട്ടർ നമ്മളിവിടെ ചൂസ് ചെയ്യാനുള്ള കാരണം. അപ്പോൾ ഇതുപോലുള്ള ഹൈബ്രിഡ് സിസ്റ്റം നിങ്ങൾക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, അത് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് എന്തെങ്കിലുമൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുമായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ ഇതിൽ നല്ലൊരു വീഡിയോ കണ്ടുപിടിച്ചാൽ ഗുഡ് ബൈ.